പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ പ്രാധാന്യതകൾ അല്ലെങ്കിൽ പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്രകാരമാണ്. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരമായി അത് ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. എബ്രയർ 2:14-15 വരെ. അങ്ങനെ അവൻ മരിക്കുവാൻ വേണ്ടി മാംസരക്തങ്ങളോട് കൂടിയവനായി ജനിക്കുകയും, അതായത് കർത്താവ് നമ്മളെപ്പോലെ തന്നെ ഈ ഭൂമിയിൽ കടന്നു വന്നു ജനിച്ചു എന്നാണ് ഇതിൻ്റെ അർത്ഥം. മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കുകയും ചെയ്തു. പിശാചിനെ കർത്താവ് നീക്കിക്കളഞ്ഞത് കർത്താവിൻ്റെ മരണത്തോടു കൂടിയാണ്. 2. ദൈവവചനത്തിൽ തന്നെ തൻ്റെ മരണത്തിന് വിശേഷത നൽകിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവഴുത്തിലും തന്നെക്കുറിച്ചുള്ളത് അവർ വ്യാഖ്യാനിച്ചു കൊടുത്തു. ലൂക്കോസ് 24:27, 44:47 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പഴയ നിയമ പ്രവാചകന്മാരുടെ ശ്രദ്ധയേറിയ അന്വേഷണമായിരുന്ന ഇത്. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൽ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ട കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെ ഉള്ളതോ എന്നോ പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. 1 പത്രോസ് 1:10-11 വരെ. മനുഷ്യ ചരിത്രത്തിലെ അതിപ്രധാന സംഭവം ക്രിസ്തുവിൻ്റെ മരണമാണ്. ശന്തൽ പ്രൗഢലാദ്രീമനഘടകല. കാൽവറി ക്രൂശിലെ മരണത്തിനു മുമ്പുള്ള നൂറ്റാണ്ടുകളിൽ അചോദനമായ മനസ്സോടെയോ മങ്ങിയ പ്രത്യാശയിലൂടെയോ പഴയ നിയമ വിശുദ്ധന്മാർ ക്രിസ്തുവിൻ്റെ വരവിനെ മഹിമയുടെ ജഡാവതാരം നോക്കി പാർത്തിരുന്നു എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ സത്യം. അങ്ങനെ പഴയ നിയമ പ്രവാചകന്മാർ തൻ്റെ മരണത്തെപ്പറ്റി ആകാംക്ഷയോട് വീക്ഷിച്ചു രേഖപ്പെടുത്തിയിരുന്നു. കർത്താവിൻ്റെ വരവ് എങ്ങനെയാണ്, കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്ന ചില ആൾക്കാരെക്കുറിച്ച് നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. സ്വർഗത്തിൽ നിന്നും അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ, അതും ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. പത്രോസ് 1:11-12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവം നമ്മളെ ഗ്രഹിപ്പിച്ചതാണ് ഈ കർത്താവ് വരുന്നു എന്നുള്ളത്. ദൈവം വെറുതെ ഇറങ്ങി വന്നതല്ല, ദൈവ നിയോഗത്താൽ, പിതാവിൻ്റെ നിയോഗത്താൽ ഇറങ്ങി